ഹലോ ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 35 ആണ് നമ്മളീ കാണുന്നത്. ഷെൻഹുവ 16 പോയി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫ്രെയിമിൽ നമുക്ക് രണ്ട് ടഗ് ബോട്ടുകളെയും കാണാൻ സാധിക്കും. നമ്മുടെ ഷെൻഹുവ 35നെ കാണാൻ സാധിക്കും. ടഗ് ബോട്ടായ ഡോൾഫിൻ 27 ആൻഡ് ഡോൾഫിൻ 35 രണ്ട് ടഗ് ബോട്ടുകളും ഷെൻഹുവ 35നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിനി കുറച്ച് അടുത്ത വിഷ്വലിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ സ്ഥിരം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഷെൻഹുവ 35നെ കുറച്ചുകൂടി അടുത്ത് കാണാൻ സാധിക്കുന്നു. പാറകളുടെ ഇടയിൽ നിന്നും ക്രെയിനു മാത്രമായി വരുന്ന ഷെൻഹുവ 35നെ കാണാൻ സാധിക്കുന്നു. ഇതിലെ STS ക്രെയിനും യാർഡ് ക്രെയിനും ഉള്ളതായിട്ടാണ് നമുക്ക് വളരെ ദൂരം എന്നുള്ള വിഷ്വലിൽ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മുന്നിൽ കൂടെ തന്നെയാണ് ഷെൻഹുവ 35 കടന്നു പോകുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള വീഡിയോ ഷൂട്ടിങ്ങിലേക്ക് ഞാൻ പോകുന്നതാണ്. വളരെ സാവധാനത്തിലാണ് ഷെൻഹുവ 35 നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇതൊരു വളരെ മനോഹരമായ കാഴ്ചയാണ്. ഷെൻഹുവ 35 ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡ് പോർട്ടിൽ നിന്നാണ് ഷെൻഹുവ 35 നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് എത്തുന്നത്. STS ക്രെയിനും യാർഡ് ക്രെയിനും ഉള്ളതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. അധികം സൂമൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഷിപ്പ് നമ്മുടെ ഫ്രണ്ടിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. ഷെൻഹുവ 16 പോയപ്പോഴും ഈ വ്യൂവിൽ നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സ്ഥിരമായി ഈ വ്യൂ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വളരെ സാവധാനത്തിൽ നീങ്ങുന്ന ഷെൻഹുവ 35നെ നമുക്ക് ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്നു. ഇതാണ് നമ്മുടെ ഷെൻഹുവ 35. ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് തിരമാലയും കാറ്റിൻ്റെ ശക്തി വളരെ കൂടുതൽ തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, നല്ലൊരു തിരമാലയും കാറ്റിൻ്റെ ഒരു പവറും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. കടലിൻ്റെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഷെൻഹുവ 35 വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ച. കഴിഞ്ഞ പ്രാവശ്യം ഷെൻഹുവ 16 വന്നപ്പോഴും പോയപ്പോഴുമുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദയവായി കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. വളരെ സാവധാനത്തിൽ നീങ്ങുന്ന ഷെൻഹുവ 35നെ കാണാൻ സാധിക്കുന്നു. അതിൻ്റെ മുന്നിലായിട്ടൊരു പൈലറ്റ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ബോട്ടാണെന്നുകൊണ്ട് അതും പോകുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്ക് രണ്ട് ടഗ് ബോട്ടും ഷിപ്പിൻ്റെ മറു സൈഡാണ് കാണാൻ സാധിക്കുന്നത്. അത് മുന്നിലൊരു ടഗ് ബോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അതാ ഒരു ടഗ് ബോട്ട് ഇവിടെ തന്നെ ഉണ്ട്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്ന എല്ലാ ഷിപ്പുകളും, ക്രെയിനുമായിട്ട് വരുന്ന എല്ലാ ഷിപ്പുകളും നമ്മൾ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിൻ്റെ സ്ഥലങ്ങൾ അപ്ഡേഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ആ ഷിപ്പിനെയൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം വളരെ വലുത് തന്നെയാണ്. അങ്ങനെയുള്ള ഷിപ്പുമാണ് നമുക്ക് ഷെൻഹുവ 35. ZPMC എന്നുള്ള ബാഡ്ജിങ് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന വിധത്തിലാണ് ഞാനുള്ളതുണ്ടോ. വളരെ സാവധാനത്തിലൂടെ കടലിൽ ഒഴുകി നീങ്ങുന്ന ഷെൻഹുവ 35നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണിത്. എനിക്ക് തോന്നുന്നു 4 കാൻഡിലിവർ റെയിൽമൗണ്ട് ഗ്രാൻഡി ക്രെയിനും 2 STS ക്രെയിനും എന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടി അടുത്ത് വന്നു കഴിഞ്ഞാലേ നമുക്ക് അത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മുന്നിൽ കൂടെ തന്നെയാണ് ഷെൻഹുവ 35 കടന്നു പോകുന്നത്. സെക്യൂരിറ്റി ബോട്ട് ഫ്രണ്ടേ പോകുന്നുണ്ട്. ടഗ് ബോട്ടുകളുമായി വരുന്ന ഷെൻഹുവ 35നെയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. വളരെ സാവധാനത്തിൽ പോർട്ടിൽ കൂടി ഒഴുകി നീങ്ങുന്ന ഷെൻഹുവ 35 വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡ് പോർട്ടിൽ നിന്നാണ് ഷെൻഹുവ 35 ക്രെയിനുമായിട്ട് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് വരുന്നത്. വളരെ സാവധാനത്തിൽ നീങ്ങുന്ന ഷെൻഹുവ 35നെ കാണാൻ സാധിക്കും. അടുത്തൊരു പൊസിഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഷെൻഹുവ 35നെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ടഗ് ബോട്ടിനെയും കാണാൻ സാധിക്കാവുന്നതാണ്. വൈകുന്നേരമായതിനാൽ
ഇളം വെയിലേറ്റ് വരുന്ന ഷെൻഹുവ 35-നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എപ്പോഴും ഷിപ്പ് വരാറുള്ളത് 12 മണിക്ക് മുന്നെയാണ് മിക്കപ്പോഴും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാറ്. പക്ഷേ ഇന്നാണ് വൈകുന്നേരത്തോടെ ഷിപ്പ് എത്തുന്നത്. അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ്. ഷെൻഹുവ 35-ൻ്റെ വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ ഷെൻഹുവ 35 നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഷിപ്പാവട്ടെ 244 മീറ്റർ നീളവും 42 മീറ്റർ ബെർത്തുമാണ് ഷെൻഹുവ 35-ന് വരുന്നത്. നമ്മുടെ അടുത്തുകൂടി പോകുന്ന ടഗ് ബോട്ടുകൾ മോശക്കാരല്ല. ഏതാണ്ട് 34.5 മീറ്റർ നീളമുള്ള 2 ടഗ് ബോട്ടുകൾ ഡോൾഫിൻ 27 ആൻഡ് ഡോൾഫിൻ 35 2 ടഗ് ബോട്ടുകളും ഷിപ്പിൻ്റെ അപ്പുറത്ത് വശത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വശത്തല്ല. കാരണം ഈ ഭാഗമാണ് പോർട്ടിനോട് ചേർന്ന് വരുന്നത്, അല്ലെങ്കിൽ ബെർത്തിനോട് ചേർന്ന് അടുപ്പിക്കുന്ന ഭാഗം. അപ്പോൾ ഇപ്പോൾ അപ്പുറ സൈഡാണ് 2 ടഗ് ബോട്ടുകളുള്ളത്. നമുക്ക് വ്യക്തമായിട്ട് ഷിപ്പ് കാണാമെന്നുള്ള വ്യൂവിലാണുള്ളത്. വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ആ ഷിപ്പ് സമ്മാനിക്കുന്നത്. വളരെ സാവധാനം നീങ്ങുന്ന ഷെൻഹുവ 35-നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ക്രെയിനുകൾ ഏതാണ്ട് വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 യാർഡ് ക്രെയിനുകളും 2 ഷിഫ്റ്റ് ഷോർ ക്രെയിനുമായിട്ടാണ് ഷെൻഹുവ 35 വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് വരുന്നത്. ആ ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. നമുക്കിനി ആവശ്യമായി വരുന്നത് യാർഡ് ക്രെയിൻ ആവട്ടെ 7 യാർഡ് ക്രെയിനും 4 STS ക്രെയിനുമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതിൽ 7 യാർഡ് ക്രെയിനിൽ, അതായത് കാൻറ്റിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിന്, അതിൽ 4 ക്രെയിൻ ഇപ്പോൾ തന്നെ ഈ ഷിപ്പിലുണ്ട്. 2 STS ക്രെയിനും ഉണ്ട്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഷെൻഹുവ 34-ൽ 3 യാർഡ് ക്രെയിനും 2 STS ക്രെയിനുമായി വന്നു കഴിഞ്ഞാൽ ടോട്ടൽ 32 ക്രെയിനുകളാവും നമ്മുടെ പോർട്ടിലാകാം. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ അത്രയും ക്രെയിനുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഷെൻഹുവ 34 എന്നുള്ള ഷിപ്പ് വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അതിലും 2 STS നേരത്തെ പറഞ്ഞ പോലെ 3 യാർഡ് ക്രെയിനുകളും കാണും. വളരെ സാവധാനത്തിൽ നീങ്ങുന്ന ഷെൻഹുവ 35-നെ നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്. ഫുൾ ഫ്രെയിമിൽ നമുക്ക് ഷെൻഹുവ 35-ന് കിട്ടും. ഇപ്പോൾ ZPMC എന്നുള്ള ബാഡ്ജിങ് കാണാൻ സാധിക്കും. ഷെൻഹുവ 35 എന്നുള്ള ബാഡ്ജിങ്ങും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സൂമൊന്നും നമുക്ക് ചെയ്യേണ്ട, വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആവശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പോർട്ടിനകത്തോട്ട്, അല്ലെങ്കിൽ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന ആ കാഴ്ച കൂടി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. പോർട്ടും ഈ പറയുന്ന പോർട്ടും, അതായത് ഈ ബ്രേക്ക് വാട്ടറിൻ്റെ ആ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഷിപ്പും തമ്മിൽ വളരെ കുറച്ചകലം മാത്രമേ ഉള്ളൂ. വളരെ വേഗം തന്നെ ഷിപ്പ് നമ്മൾ പോർട്ടിനകത്ത് പ്രവേശിക്കുന്നതാണ്. ആ ഒരു വ്യൂവിലേക്ക് പോകാം. വളരെ സാവധാനം നീങ്ങുന്ന ഷെൻഹുവ 35-നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ സാവധാനത്തിൽ പോർട്ടിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു ഷെൻഹുവ 35. വളരെ സാവധാനത്തിലാണ് ഷെൻഹുവ 35 നീങ്ങുന്നത്. ഷിപ്പിനെ ടഗ് ബോട്ടുമായിട്ട് റോപ്പ് കൊണ്ട് ടൈ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെ സാവധാനത്തിലാണ് ഷെൻഹുവ 35 നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് പോർട്ടിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു. ആ കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. ഇതാ ഷിപ്പ് പോകുന്നുണ്ട്. വളരെ സാവധാനത്തിൽ ഷെൻഹുവ 35 നീങ്ങുന്നുണ്ട്. സെക്യൂരിറ്റി ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബെർത്തിനോട് അടുപ്പിക്കുന്ന, ഇപ്പോൾ നമ്മളീ കാണുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ STS ക്രെയിൻ്റെ 3 STS ക്രെയിൻ്റെ ബൂം ഉയർത്തി വെച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ബെർത്തിൻ്റെ പോർഷനാണ്. ഈ ഭാഗത്താണ് ഷിപ്പ് അടുക്കാൻ പോകുന്നത്. നമുക്ക് ആ വിഷ്വലിലേക്ക് പോകാം. 2 STS ക്രെയിനും 4 യാർഡ് ക്രെയിനുമായിട്ട് ഷെൻഹുവ 35 വരുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്.
വളരെ സാവധാനത്തിൽ നീങ്ങുന്ന ഷെൻഹുവ 35ഉം ടഗ് ബോട്ടുകളെയും കാണാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് കാഴ്ച. അതോടൊപ്പം തന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. ഇനി ഈ പറയുന്ന ലോറികളിലെ സ്റ്റോൺ കൊണ്ട് ഡംപ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫസ്റ്റ് ഫേസിന് ആവശ്യമായിട്ടുള്ള 2960 മീറ്ററും കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി ആക്രോപോഡ് ഫില്ല് ചെയ്യുന്ന രീതിയും പിന്നെ ഈ പറയുന്ന ഹെവി സ്റ്റോണുകൾ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ വയ്ക്കുന്ന ജോലി സൈഡിലായിട്ട് ലെവൽ ചെയ്യുന്ന ജോലിയാണ് നടക്കുന്നത്. ബാക്കിയെല്ലാം പണികളെല്ലാം അല്ലെങ്കിൽ ബാക്കി എല്ലാ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഷെൻഹുവ 35ലേക്ക് പോകാം. ബെർത്തിനടുത്തോട്ട് അടുപ്പിക്കുന്ന ഷെൻഹുവ 35നെ കാണാൻ സാധിക്കും. ഇപ്പോൾ വന്നതിനെക്കാട്ടി സ്പീഡ് വളരെ കുറച്ചിരിക്കുന്നു. ചെറിയ സ്പീഡിലാണ്. കാരണം ഇവിടുന്ന് ഇനി ബെർത്തിൻ്റെ സൈഡിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പുറ സൈഡിൽ നിന്നും നമുക്ക് ഈ ടഗ് ബോട്ടുകൾ ഷിപ്പിനെ ചെറുതായിട്ടൊന്ന് പ്രഷർ ചെയ്യുന്നുണ്ടായിരിക്കും ഈ സൈഡിലേക്ക് വരാൻ. കാരണം ബെർത്ത് അടുത്തിരിക്കുന്നത് ഈ സൈഡിൽ നിന്നാണ് ബെർത്ത് സ്റ്റാർട്ട് ചെയ്യണത്. നമുക്കിനി കുറച്ച് അപ്പുറത്ത് അടുത്തൊരു വിഷ്വലിലേക്ക് പോകാം. ഈ വ്യൂവിൽ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വരുന്ന ഷിപ്പുകൾ ബെർത്തിലേക്ക് അടിക്കുന്നത്. ഈ വ്യൂവിൽ നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യൂവിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം അസ്തമയ സൂര്യൻ്റെ പ്രഭാവലയത്തിൽ നമ്മൾ ഈ കാണുന്ന ബെർത്തും ഷെൻഹുവ ഷിപ്പും ബ്ലാക്ക് ഷെയ്ഡ് ആയിരിക്കുന്നു. നമുക്കതുകൊണ്ട് അടുത്തൊരു ചെറിയൊരു വീഡിയോയിലേക്ക് പോകാം. 35 pulling a stop, sir, line to line. ഫ്രണ്ട്സ്, ഈ വ്യൂവിൽ കാണുന്നത് ഷെൻഹുവ 35 മൂറിങ്ങിലേക്ക് പോവുകയാണ്. മൂറിങ് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. കാരണം ഷെൻഹുവ 16 വന്നപ്പോൾ എന്താണ് മൂറിങ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.